ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസത്തെ ഏറ്റവും മികച്ച ഭക്ഷണം എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പലരും പറയുന്നേക്കും പ്രഭാത ഭക്ഷണത്തിൽ നിന്നും വലിയ കാര്യമില്ല എന്ന്. പക്ഷേ നിങ്ങൾ ദിവസവും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഊർജ്ജത്തോടെ ഇരിക്കണമെങ്കിൽ രാവിലത്തെ ഭക്ഷണമാണ് നിങ്ങൾക്കൊരു ഫുൾ ഡേയുടെ ഊർജ്ജം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മുടെ ഹൃദയത്തിന് കൂടി ബെനിഫിഷ്യൽ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഹാർട്ടിന് ഗുണകരമായിട്ടുള്ള 5 തരത്തിലുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് മുട്ടയാണ്. നിങ്ങൾ കുട്ടികൾക്കോ ഇല്ലെങ്കിൽ ആരോഗ്യമുള്ള വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്കോ 2 ഫുൾ മുട്ട നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അത് പുഴുങ്ങിയിട്ടോ ഓംലെറ്റ് ആക്കിയോ ഇല്ലെങ്കിൽ ബുൾസൈ ഫോമിലോ കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സുമാണ് നമുക്ക് ഹൃദയത്തിന് ഗുണകരമായിട്ട് മാറുന്നത്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ദോശ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാധാരണ അരി ദോശയേക്കാൾ നിങ്ങൾ പയർ ഉപയോഗിച്ച് നമുക്ക് പയർ പൊടിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് മാവാക്കിയിട്ട് ദോശ ഉണ്ടാക്കാം. കടലമാവ് ഉപയോഗിച്ചുണ്ടാക്കാം. പരിപ്പ് അരച്ചിട്ട് നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കാം. റാഗി ഉപയോഗിച്ച് ദോശ ഉണ്ടാക്കാം. കാരണം ഇത് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ്, കാൽഷ്യം റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ഹൃദയത്തിനും നല്ലതാണ്. മൂന്നാമത്തത്, ഇഡ്ഡലിയും ചമ്മന്തിയേക്കാൾ സാമ്പാർ കോമ്പിനേഷനാണ്. കാരണം സാമ്പാറിനകത്ത് പരിപ്പിന്റെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളുടെ നല്ലൊരു കോക്ടെയിൽ ആണ് സാമ്പാർ. കൂടാതെ നിങ്ങൾ ഇഡ്ഡലി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉഴുന്ന് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീനാണ്, ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്, നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതാണ്. മൂന്നാമത്തത് ഓട്സ് ആണ്. ഓട്സിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിനുള്ള ഹെൽത്തി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിറയെ പച്ചക്കറികളും ചേർത്തുള്ള കോമ്പിനേഷൻ നിങ്ങളുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ലോഡ് കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നു. അഞ്ചാമത്തത്, മുളപ്പിച്ച പയറ്, കടല, പരിപ്പ് പോലുള്ള ഏതൊരു ധാന്യവിഭാഗവും മുളപ്പിച്ചത് നിങ്ങൾക്ക് അത്യാവശ്യം തോരൻ വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കുക. ഇതൊക്കെ എങ്ങനെ തോരനാക്കുമെന്ന് സംശയം തോന്നാം. നേരത്തെ ഞാൻ പറഞ്ഞ ദോശ ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കറിയായിട്ടോ അല്ലെങ്കിൽ സാലഡ് ഫോമിലോ ഇതുണ്ടാക്കും. കുറച്ച് മുളപ്പിച്ച പയറോ കടലയോ എടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ ഒലിവ് ഓയിലും കൂടി എടുത്ത് നോക്കി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.